Hello dear students, through this video we are going to discuss about cut set matrix. Okay, നമ്മൾ ലാസ്റ്റ് പഠിച്ച പാത്ത് മെട്രിക്സിലും സർക്യൂട്ട് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് പാത്ത് അല്ലെങ്കിൽ നമ്പർ ഓഫ് സർക്യൂട്ട്സ് കൺസിഡർ ചെയ്യുക. ദെൻ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് പാത്ത് മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് പാത്തിന് ഈക്വലൻ്റ് ആയിരിക്കും. സർക്യൂട്ട് മെട്രിക്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സർക്യൂട്ട്സിന് ഈക്വലൻ്റ് ആയിരിക്കും. ഇൻ ബോത്ത് കേസസ് ദ നമ്പർ ഓഫ് കോളംസ് ഈസ് കറസ്പോണ്ട്സ് ടു ദ നമ്പർ ഓഫ് എഡ്ജസ്. അതുപോലെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആ ഗ്രാഫിൻ്റെ കട്ട് സെറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കട്ട് സെറ്റ്സിന് ഈക്വലൻ്റ് ആയിരിക്കും. ദെൻ ഓരോ കട്ട് സെറ്റിലും ഏതൊക്കെ എഡ്ജസ് വരുന്നുണ്ടോ അതിനെയായിരിക്കും നമ്മൾ ഓരോ റോയിലെയും, ദാറ്റ് മീൻസ് ഓരോ റോ ഒരു കട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ റോ കറസ്പോണ്ടിങ് റോയിൽ ആ കട്ട് സെറ്റിലുള്ള എഡ്ജസിൻ്റെ പൊസിഷനിലായിരിക്കും നമ്മൾ 1 കൊടുക്കുന്നത്. ഓക്കെ, ഇനി കട്ട് സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി ഓഫ് ജി വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ എ കട്ട് സെറ്റ് മെട്രിക്സ് ഫോർ എ ഗ്രാഫ് ജി ഈസ് ഡിനോട്ടഡ് ആസ് സി ഓഫ് ജി. സി ഓഫ് ജി. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ എ 0-1, that is binary matrix and having order number of cut sets into number of edges. Then the cut set matrix C of G is represented as small e of ij, in which the rows corresponds to cut sets and the columns corresponds to the edges of the graph, and which is defined as C of ij equals 1. That means if the ith cut set contains the jth edge, നമ്മൾ ഏത് റോ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ റോ ഒരു കട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ കട്ട് സെറ്റിലുള്ള എഡ്ജസ് ആ കറസ്പോണ്ടിങ് റോയിൽ 1 ആക്കി സെറ്റ് ചെയ്യും. ദെൻ 0 അതർവൈസ്. ഓക്കെ, ഇഫ് ദ എഡ്ജ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ കട്ട് സെറ്റ് അതിനെ നമുക്ക് 0 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൽ കട്ട് സെറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കട്ട് സെറ്റിനെ മെയിൻലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏതൊക്കെ കട്ട് സെറ്റ് മീൻസ് സെറ്റ് ഓഫ് എഡ്ജസ് ഹൂസ് റിമൂവൽ മേക്സ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. ഒരു സെറ്റ് ഓഫ് എഡ്ജസ് ആയിരിക്കും, ആ സെറ്റ് ഓഫ് എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മളൊരു വേർട്ടെക്സ് കൺസിഡർ ഒരു ഗ്രാഫ് തരുവാണെങ്കിൽ ഓരോ വേർട്ടെക്സിലും ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് റിമൂവ് ചെയ്താൽ നമുക്ക് ആ വേർട്ടെക്സിനെ ഐസൊലേറ്റ് ചെയ്ത് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ കട്ട് സെറ്റ് എഴുതുമ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഓരോ വേർട്ടെക്സിലോട്ടും 1 സൈഡ് വരുന്ന എഡ്ജസിനെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസിനെ നമുക്കൊരു കട്ട് സെറ്റായിട്ട് എടുക്കാം. അതുപോലെ ഹൊറിസോണ്ടലി ഉള്ള എഡ്ജസും വേർട്ടിക്കലുള്ള എഡ്ജസും നമുക്ക് എടുക്കാം. സോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ V6ൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എയും ബിയും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കട്ട് സെറ്റാണ്. ദെൻ V4ൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഇയും സിയും റിമൂവ് ചെയ്താൽ അതൊരു കട്ട് സെറ്റാണ്. ഇയും സിയും മാത്രം റിമൂവ് ചെയ്താൽ മതി. ദെൻ V2 കൺസിഡർ ചെയ്യുമ്പോൾ V2ലോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന EGF ഒരു കട്ട് സെറ്റാണ്. ദെൻ V3ൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന H ഒരു കട്ട് സെറ്റാണ്. V5ൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന CGD ഇസ് എ സെറ്റ് ഓഫ് കട്ട് സെറ്റ്. ദെൻ V1ൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഫും ഡിയും ഒരു ഇൻസിഡൻ്റ് ആണ്. ദെൻ നമുക്ക് എന്താ EGD. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേർട്ടിക്കൽ ഡയറക്ഷൻ, ഇപ്പോൾ വേർട്ടിക്കൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം EGDയും ദെൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ FGC അങ്ങനെയുള്ള എഡ്ജസ് നമുക്ക് കട്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 8 കട്ട് സെറ്റ്സ് ആൻഡ് ആ കട്ട് സെറ്റിന് നമ്മൾ നോട്ട് ചെയ്യുന്ന 1, 2, 3 up to 8. സോ ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ഈസ് ഇറ്റ്സ് എൻ 8x8 മെട്രിക്സ്. മെട്രിക്സിൻ്റെ കട്ട് സെറ്റ് നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കട്ട് സെറ്റ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് റോസും കാണും. ദ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസിന് ഈക്വലൻ്റ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് മെട്രിക്സ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കട്ട് സെറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ നമ്മൾ എച്ച് മാത്രമേ എഡ്ജ് ആയിട്ടുള്ളൂ. സോ എച്ചിൻ്റെ പൊസിഷനിൽ നമ്മൾ 1 കൊടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് കട്ട് സെറ്റിൽ എയും ബിയും ആണ്. ഇവിടെ നമ്മൾ എയും ബിയുടെയും പൊസിഷനിൽ 1 കൊടുക്കുക. തേർഡ് കട്ട് സെറ്റ് സി ആണ്. ഇവിടെ സിയുടെയും ഇയുടെയും പൊസിഷനിൽ തേർഡ് റോയിൽ 1 കൊടുക്കുക. ദെൻ ഫോർത്ത് കട്ട് സെറ്റ് EGF ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോർത്ത് റോയിൽ ഇയും ജിയും എഫും നമ്മൾ 1 ആക്കി. ദെൻ ഫിഫ്ത്ത് വൺ FD. ഇവിടുത്തെ ഫിഫ്ത്ത് റോയിൽ എഫും ഡിയും 1 ആക്കാം. ദെൻ സിക്സ്ത് FGC. സിക്സ്ത് റോയിൽ എഫും ജിയും സിയും 1 ആക്കുക. ദെൻ സെവൻത്ത് റോ EGD. സെവൻത്ത് റോയിൽ ഇയും ജിയും ഡിയും 1 ആക്കുക. ദെൻ എയ്ത്ത് ഒരു ലാസ്റ്റ് കട്ട് സെറ്റ് ഈ CG&D. CG&D. ഇങ്ങനെയാണ് നമ്മൾ കട്ട് സെറ്റ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് കട്ട് സെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെ 1 ന്യൂമറിക്കൽ ആയിട്ടുള്ള ലേബിൾസ് അസൈൻ ചെയ്യുക 1 up to etc.
1 to up to etc. Then number of rows എന്ന് പറയുന്നത് കട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് കട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓരോ കട്ട് സെറ്റിലും വരുന്ന എഡ്ജസിൻ്റെ പൊസിഷനിൽ നമ്മൾ 1 സെറ്റ് ചെയ്ത് കൊടുക്കുക. റിമൈനിങ് എല്ലാം സീറോസ് ആയിരിക്കും. Then what are the properties? So here each row in CG is a cut set matrix. Then a column with all zeros. ഒരു കോളം എല്ലാം സീറോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സീറോസ് ആയിട്ടുള്ള കോളംസ് ഒന്നും ഇല്ല. ഇൻ കേസ് ഒരു കോളത്തിലെല്ലാം സീറോസ് ആണെങ്കിൽ അത് എന്തായിരിക്കും മീൻ ചെയ്യുന്ന ആ കറസ്പോണ്ടിങ് എഡ്ജ് ഒരു കട്ട് സെറ്റിലും വരുന്നില്ല. സോ എ കോളം വിത്ത് ഓൾ സീറോ കറസ്പോണ്ട്സ് ടു എൻ എഡ്ജ് വിച്ച് ഫോമിങ് എ സെൽഫ് ലൂപ്പ്. ഓക്കെ, സോ ഒരു കോളത്തിൽ ആ ഒരു കട്ട് സെറ്റിലും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൽഫ് ലൂപ്പിനെ ആയിരിക്കും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു സെൽഫ് ലൂപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ സെൽഫ് ലൂപ്പിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും വേർട്ടിസിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരത്തില്ല. സോ എ കോളം വിത്ത് ഓൾ സീറോ മീൻസ് ദാറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റിലും വരുന്നില്ല. അതുപോലെ തന്നെ അതൊരു സെൽഫ് ലൂപ്പ്. Then next property is parallel edges produce identical columns in the cut set matrix. ഈ ഗ്രാഫിൽ എയും ബിയും നമുക്ക് പാരലൽ ആണ്. സോ in the cut set matrix also AB edges represent ചെയ്യുന്ന കോളംസ് പാരലൽ ഐഡൻറ്റിക്കൽ കോളംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then permutation of rows on columns in the cut set matrix corresponds to renaming of the cut sets and edges. Okay, then in a non-separable graph, നമ്മൾ സെപ്പറബിൾ ഗ്രാഫ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് 4th മൊഡ്യൂൾ. സെപ്പറബിൾ ഗ്രാഫ് മീൻസ് ഒരു ഗ്രാഫിനെ ജസ്റ്റ് ഒരു വേർട്ടെക്സ് കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമുക്ക് സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ ഒരു വേർട്ടെക്സ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേർട്ടെക്സ് കണക്ടിവിറ്റി 1 അല്ല എങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിനെയല്ല നമുക്ക് നോൺ സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയും. അങ്ങനെ ഒരു നോൺ സെപ്പറബിൾ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രാഫിലെ ഏത് വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് എഡ്ജസിനെ നമുക്കൊരു കട്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഗ്രാഫ് ഞാൻ വേർട്ടെക്സ് കണക്ടിവിറ്റി പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നായിരുന്നു. വേർട്ടെക്സ് കണക്ടിവിറ്റിയുടെ കേസിൽ ഈ ഒരു ഗ്രാഫിൽ വേർട്ടെക്സ് കണക്ടിവിറ്റി 0 എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അവിടെ ഒരു മിസ്റ്റേക്കാണ്. ഈ ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു വേർട്ടെക്സ് ആണ് ഇപ്പോൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഈ 4 വേർട്ടെക്സ് ഉണ്ട്, 4 എഡ്ജസ് ഉണ്ട്. നമ്മൾ ഈ ഒരു വേർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഈ എഡ്ജും റിമൂവായി റിമൈനിങ് ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ആയിരിക്കത്തില്ല, കണക്റ്റഡ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഈ വേർട്ടെക്സും റിമൂവ് ചെയ്യണമെങ്കിൽ ഈ 2 എഡ്ജസും പോവും. ബട്ട് ദിസ് വേർട്ടെക്സ് ആൻഡ് ദിസ് വേർട്ടെക്സ് സ്റ്റിൽ റിമെയിൻസ്. സോ 2 സിംഗിൾ വേർട്ടെക്സ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകുമ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫിനെ നമുക്ക് ഡിസ്കണക്റ്റ് ഗ്രാഫ് ആക്കണമെങ്കിൽ അവിടെ വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 വേർട്ടസസ് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ ഡിസ്കണക്റ്റഡ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച ഈ ഒരു ഗ്രാഫ് 2 വേർട്ടെക്സ് കണക്ടിവിറ്റി 2 മീൻസ് 2 വേർട്ടെക്സ് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റൂ. സോ ഇതൊരു നോൺ സെപ്പറബിൾ ഗ്രാഫാണ്. സെപ്പറബിൾ ഗ്രാഫ് മീൻസ് വേർട്ടെക്സ് കണക്ടിവിറ്റി 1, അതർ ഗ്രാഫ്സ് എല്ലാം നോൺ സെപ്പറബിൾ ആണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ സെപ്പറബിൾ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഈ നോൺ സെപ്പറബിൾ ഗ്രാഫിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വേർട്ടെക്സും കൺസിഡർ ചെയ്യുമ്പോൾ ഈ 2 എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? ഈ 2 എഡ്ജസ് റിമൂവ് ചെയ്യുവാണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. സോ അതവിടെ ഡിസ്കണക്റ്റഡ് ആയി ഇല്ലേ? അതുപോലെ നമ്മൾ ഈ 2 എഡ്ജസുമാണ് മാറ്റുന്നതെങ്കിൽ അവിടെയും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. ഈ 2 എഡ്ജസ് മാത്രം മാറ്റിയാലും ഡിസ്കണക്റ്റഡ് ആവും. ഈ 2 എഡ്ജസ് മാറ്റിയാലും ഡിസ്കണക്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഓരോ വേർട്ടെക്സിലും ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് എന്ന് പറയുന്നത് കട്ട് സെറ്റാണ്. ഓക്കെ, സോ ഒരു നോൺ സെപ്പറബിൾ ഗ്രാഫിൽ നമ്മൾ ഏത് വേർട്ടെക്സ് കൺസിഡർ ചെയ്താലും ആ വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് എല്ലാം കട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസിഡൻറ്റ് മെട്രിക്സ്. ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസിഡൻറ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്ന വേർട്ടസസിനെയും നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് എഡ്ജസിനെയും റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ അതിൽ ഓരോ റോയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസിൻ്റെ പൊസിഷനിലായിരിക്കും നമ്മൾ 1 കൊടുക്കുന്നത് ഇല്ലേ? ഇൻസിഡൻറ്റ് മെട്രിക്സിൽ ഓരോ റോയും ഓരോ വേർട്ടെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ആ വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസിനെ ആയിരിക്കും നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? 1 ആക്കി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കട്ട് സെറ്റിൻ്റെ കേസിലും എന്തായിരിക്കും? ഓരോ റോയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കട്ട് സെറ്റിനെയാണ് ആ കട്ട് സെറ്റിൽ ആ കട്ട് സെറ്റിൽ വരുന്ന എഡ്ജസിനെ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ കട്ട് സെറ്റ് മെട്രിക്സ് ആൻഡ് ദ ഇൻസിഡൻറ്റ് മെട്രിക്സ്. അതായത് നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സിൻ്റെ കേസിലും ഒരു റോയിൽ ഒരു വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസിനെ 1 ആക്കുന്നു. കട്ട് സെറ്റ് മെട്രിക്സ് നോൺ സെപ്പറബിൾ
ഗ്രാഫിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓരോ വേർട്ടെക്സിലും ഇൻസിഡൻറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ കട്ട് സെറ്റായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചാൽ 1 2 3 4 E1 E2 E3 E4. ഓക്കെ, ഇതിൻ്റെ ഇൻസിഡൻറ്റ് മെട്രിക്സ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ 1 2 3 4 E1 E2 E3 E4. ഓക്കെ, so E1 means 1 2 remaining 2 zeros, then E2 means 2 3 remaining zeros, E3 3 4 remaining zeros, then E4 1 4 remaining zeros. ഇനി ഇവിടുത്തെ കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 കട്ട് സെറ്റ് ഉണ്ട്, 1 2 3 4, then E1 E2 E3 E4. ഓക്കെ, ഫസ്റ്റ് കട്ട് സെറ്റ് നമുക്ക് ഇതെടുക്കാം, E1ഉം E4ഉം, E1 E4 റിമൈനിങ് 0. സെക്കൻഡ് കട്ട് സെറ്റ് നമ്മളിപ്പോൾ ഇതെടുക്കുവാണെങ്കിൽ E1ഉം E2ഉം, E1 E2 റിമൈനിങ് സീറോസ്. ദെൻ തേർഡ് കട്ട് സെറ്റ് ഇതെടുക്കുവാണെങ്കിൽ E2 E3, E2 E3. ഓക്കെ, ഫോർത്ത് കട്ട് സെറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, E4 E3 റിമൈനിങ് സീറോസ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താ, ഇത് നമ്മുടെ ഇൻസിഡൻറ്റ് മെട്രിക്സ് XG, ഇത് നമ്മുടെ കട്ട് സെറ്റ് CG, ഇത് രണ്ടും ഈക്വൽ അല്ലേ. അതുപോലെ ഒരു നോൺ സെപ്പറബിൾ ഗ്രാഫ് എടുക്കുമ്പോൾ ഒന്നുകിൽ നമ്മുടെ കട്ട് സെറ്റും ഇൻസിഡൻറ്റ് മെട്രിക്സും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കട്ട് സെറ്റ് മെട്രിക്സിൽ ഈ ഇൻസിഡൻറ്റ് മെട്രിക്സ് AG ഇൻക്ലൂഡഡ് ആയിരിക്കും. സോറി, ഞാൻ നേരത്തെ ഇൻസിഡൻറ്റ് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന XG എന്നാണ്, ഇൻസിഡൻറ്റ് മെട്രിക്സ് AG ആണ്. സോ എവറി റോ ഓഫ് ഇൻസിഡൻറ്റ് മെട്രിക്സ് AG is included as a row in the cut set matrix, and that means that for a non-separable graph CG contains AG. ഓക്കെ, മനസ്സിലായോ ഈ പ്രോപ്പർട്ടി? അതായത് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു നോൺ സെപ്പറബിൾ ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ദാറ്റ് മീൻസ് വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 1 ആയിരിക്കും. ഇപ്പോൾ നോൺ സെപ്പറബിൾ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ ഏതൊരു വേർട്ടെക്സിലും ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറയുന്നത് ഒരു കട്ട് സെറ്റ് ആയിരിക്കും. എക്സാമ്പിൾ വെച്ച് നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻസിഡൻറ്റ് മെട്രിക്സ് എഴുതുമ്പോൾ ഓരോ റോയിലും ഓരോ വേർട്ടെക്സിനെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് ആണ് 1 ആക്കുന്നത്. അപ്പോൾ ഓരോ വേർട്ടെക്സിലും ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ കട്ട് സെറ്റും ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ കട്ട് സെറ്റ് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ അതുപോലെ അതേ ഒരു റോ, കട്ട് സെറ്റിൻ്റെ ഒരു റോ എടുക്കുന്ന സമയത്ത് എന്താ, അതായത് നമ്മളിങ്ങനൊരു വരച്ചു, ഇത് V1. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് മെട്രിക്സ് എഴുതുമ്പോഴത്തേക്കും ഈ രണ്ട് എഡ്ജസും എയും ബിയും ആണ് ഈ രണ്ട് എഡ്ജസ് എങ്കിൽ V1ൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് ആയിട്ട് നമ്മൾ എയും ബിയും 1 ആക്കും. ഓക്കെ, ഇനി കട്ട് സെറ്റ് മെട്രിക്സ് എടുക്കുമ്പോഴും ഇത് രണ്ടും ഒരു വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് ആണ്, അത് രണ്ടും കട്ട് സെറ്റാണ്. സോ ഫസ്റ്റ് കട്ട് സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എയും ബിയും 1 ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നാലും നോൺ സെപ്പറബിൾ ഗ്രാഫിനകത്ത് കട്ട് സെറ്റ് മെട്രിക്സിൽ ഒരു ഇൻസിഡൻറ്റ് മെട്രിക്സ് ഉണ്ടായിരിക്കും, ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ കട്ട് സെറ്റ് മെട്രിക്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും ഇൻസിഡൻറ്റ് മെട്രിക്സ്. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് കട്ട് സെറ്റ് മെട്രിക്സ്. താങ്ക് യു.